Hi, today we are going to discuss about cables and suspension bridges. So this is the figure of suspension bridges. ഇവിടെ നമുക്കൊരു കേബിൾ കാണാം. ആ കേബിൾ സപ്പോർട്ട് ചെയ്ത് ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ നമ്പർ ഓഫ് സസ്പെൻഡേഴ്സ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ഓഫ് എ റോഡ് വീസ്. ആൻഡ് ദർ ഇസ് എ 2 towers. ആൻഡ് ഒരു ഡിപ്പ് ഉണ്ട്. ആ ഡിപ്പ് എന്ന് പറയുന്നത് 1/10 to 1/15 ഓഫ് ദ സ്പാൻ ആണ്. സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ടവേഴ്സ് തമ്മിലുള്ള എഫക്റ്റീവ് ആ ലെങ്ത്തിനാണ് നമ്മളെന്താ പറയുക സ്പാൻ എന്ന് പറയുന്നത്. സോ ഈ ഡിപ്പ് എന്ന് പറയുന്നത് 1/10 to 1/15 ഓഫ് സ്പാൻ ആണ്. സോ cables are used as a temporary members during erection and has permanent member for supporting towers. And this cable are used in the suspension bridge. Here you can see the suspension bridge consists of 2 types of cable which include number of suspenders and which support the roadways, and an anchor cable reduces the bending moment. As I said earlier, the central sag or dip of the cable varies from 1/10 to 1/15 of the span. Now, these cables are very flexible and they do not resist bending moment, and they adjust their shape with respect to their load and resist the load by tension. So there are 2 types of cable. The cables will have either guided pulley support and saddles roller support. So the 2 type of supports ഉള്ളത് ഒന്ന് ഗൈഡഡ് പുള്ളി സപ്പോർട്ടും ഒന്ന് റോളർ സപ്പോർട്ടും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഇക്വിലിബ്രിയം ഓഫ് കേബിൾസ്. So here you can see the figure of is a cable. ഒരു കേബിൾ കണ്ടിട്ടുണ്ടല്ലേ. ആ കേബിളിൻ്റെ മുകളിൽ കുറേ കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു UDL ഉണ്ട്. സോ ആ ലോഡ് കാരണം വരുന്നുണ്ട് കേബിൾ ഇങ്ങനെ സസ്പെൻഡ് ആയിട്ടുണ്ട് അല്ലേ. സോ ഈ കേബിൾ എന്ന് പറഞ്ഞത് കേബിൾ ഒരു ഫ്ലെക്സിബിൾ മെമ്പറാണ് വിച്ച് കെ നോട്ട് റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്. സോ ഇവിടെ ഒരു കേബിൾ ഉണ്ട്. അവിടെ നമ്പർ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. W1, W2, W3 ആൻഡ് UDL. സോ 2 സപ്പോർട്ടിലായതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, VA ഉണ്ടാവും, ഇവിടെ VB ഉണ്ടാവും. ദെൻ ദർ വിൽ ബി എ ഹൊറിസോണ്ടൽ ലോഡ് H. നൗ നമ്മളെന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ ഒരു ലോഡ് W വരുന്ന അവിടുത്തെ എന്ത് ചെയ്യാം, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു സെക്ഷൻ എടുക്കുക. Okay, so in order to find the deflection, so take a section XX at Y. Now taking section MX is equal to MX ആണ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെക്ഷൻ എടുക്കാൻ പോവാണ്. സോ MX എന്ന് പറയുന്നത് എന്തായിരിക്കും, MX എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന എല്ലാ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. സോ ഫസ്റ്റ് വരുന്ന ലോഡ് എന്താ, എയിൽ VA ആണ്. VA ഇൻറ്റു ഇവർക്ക് ഡിസ്റ്റൻസ് എന്താ, X. സോ VA ഇൻറ്റു X, അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പ്ലസ്. സോ VA ഇൻറ്റു X. അടുത്തത് എന്താണ്, ഈ ഹൊറിസോണ്ടൽ ലോഡ് കാരണം അവിടെ എന്തുണ്ടാവും, മൊമെൻ്റ് ഉണ്ടാവും. സോ H ഇൻറ്റു ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ, Y. സോ H ഇൻറ്റു Y. അതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -HY. സോ യു ക്യാൻ സി MX ഇസ് ഈക്വൽ ടു VA ഇൻറ്റു X -HY. ഇനി അടുത്തത് എന്താണ്, ഈ W1 വരുന്ന ലോഡ് കാരണം എന്തുണ്ടാവും, മൊമെൻ്റ് ഉണ്ടാവും അല്ലേ. സോ W1 ഇൻറ്റു ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താ വരിക, ഈ എക്സിൽ നിന്ന് A1 മൈനസ് ചെയ്താൽ ഈ ഡിസ്റ്റൻസ് കിട്ടൂലേ. സോ X - A1 വരും. അപ്പോൾ W1 ഇൻറ്റു X - A1. അടുത്ത W2 ഇൻറ്റു X - A2. സോ നമ്മൾ എല്ലാ ലോഡും എടുത്തു അല്ലേ, ലോഡുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. സോ ഹിയർ യു ക്യാൻ സി MX is equal to VA into X minus HY minus W1 into X minus A1 minus W2 into X minus A2. Since the cable is flexible and the bending moment at any point on the cable is 0, നമുക്ക് MX എന്തായിരിക്കും എടുക്കാം, MX is equal to 0. So while equating this equation with 0, we get that ഈ HYനെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും, HY ഈസ് ഈക്വൽ ടു VA ഇൻറ്റു X മൈനസ് W1 ഇൻറ്റു X മൈനസ് A1 മൈനസ് W2 X മൈനസ് A2. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓഫ് കേബിൾ. സോ HY ഈസ് ഈക്വൽ ടു VA ഇൻറ്റു X മൈനസ് W ഇൻറ്റു X മൈനസ് A1 മൈനസ് W2 ഇൻറ്റു X മൈനസ് A2. ഈ ഒരു ഇത്രയും ഭാഗമല്ലേ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഇത്രയും
ആ ഒരു പോർഷൻ നമുക്ക് എന്താ പറയാം, ബി മൊമെൻ്റ് എന്ന് പറയാം. സോ വി ക്യാൻ റൈറ്റ് ഫ്രം ഹിയർ, വി ക്യാൻ റൈറ്റ് ദാറ്റ് എച്ച് വൈ ഇസ് ഈക്വൽ ടു ബി മൊമെൻറ്റ്. എച്ച് വൈ ഈസ് ഈക്വൽ ടു ബി മൊമെൻ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കമ്മിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, കേബിൾ subjected to concentrated load. Cable subjected to concentrated load. Here ഒരു കേബിൾ ഉണ്ട്, അവിടെ നമ്പർ ഓഫ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ W1, W2, W3. സോ നമുക്ക് ഓരോ പോയിന്റിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ, എച്ച് വൈ ഈസ് ഈക്വൽ ടു ബി മൊമെൻറ്റ്. ആ സെയിം ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. So we know that from the equilibrium equation Hy is equal to B moment. So W1-ൻ്റെ ഉണ്ടാവുന്ന ഈ ഫസ്റ്റ് പോയിൻറ്റ് W1 കൊണ്ട് ലോഡ് കൊടുക്കുന്ന ആ പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് M1 ആക്കി എടുക്കുക, ഈ W2-ൻ്റെ മൊമെൻറ്റ് M2 ആക്കി എടുക്കുക, W3-ൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് M3 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം കമ്മിങ് ടു ദ ഇക്വേഷൻ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ Y1 എന്ന് പറയുന്നത് എന്തായിരിക്കും, M1/H, Y2 is equal to M2/H and Y3 is equal to M3/H. So this is the equation for deflection in various points. Now coming to Lam's theorem, we all know Lam's theorem is when three forces acting at a point are in equilibrium, then each force is proportional to sine of angle between two forces. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ എന്താ ലാമസ് തിയറം എന്നല്ലേ? എന്താ ലാമസ് തിയറം എന്ന് പറയുന്നത്, ഈ ഒരു 3 ഫോഴ്സസ് ഇക്വിലിബ്രിയം പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ, 3 ഫോഴ്സ് ഇക്വിലിബ്രിയം പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഉണ്ടാകുന്ന ലോഡ് ഇവിടെ ഇപ്പോൾ P1 ബൈ ഓപ്പോസിറ്റിലുണ്ടാവുന്ന ആംഗിൾ, സൈൻ്റെ ആംഗിൾ P1/sin ആൽഫ ഇസ് ഈക്വൽ ടു P2/sin ബീറ്റ ഇസ് ഈക്വൽ ടു P3/sin ഗാമ. അതാണ് പറഞ്ഞത്, വെൻ 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം, ദെൻ ഈച്ച് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. So P1/sin alpha is equal to P2/sin beta is equal to P3/sin gamma. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ഈ കേബിൾ സെൽ സസ്പെൻഷൻ ബ്രിഡ്ജസിൻ്റെ ഈ ഒരു ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനും. സോ ഇത് ഒരുപാട് വട്ടം യൂണിവേഴ്സിറ്റിക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോമ്പണൻസ് ഓഫ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് ചോദിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ വരയ്ക്കാം. ഈ ഫിഗറിൽ എന്തൊക്കെ കാണിക്കണം, 2 ടവേഴ്സ് കാണിക്കണം, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കേബിൾസിൻ്റെ അവിടെ താഴത്തേക്ക് കുറേ ഹാങ്കേഴ്സ് ഉണ്ട്, ഇവിടെ റോഡ് വേ ഉണ്ട്, പിന്നെ ബ്രിഡ്ജസ് നമ്മൾ സാധാരണ റിവറിനെ ക്രോസ് ആയിട്ടാണല്ലോ കൺസ്ട്രക്ട് ചെയ്യുക. സോ റിവർ വരയ്ക്കുക, പിന്നെ കേബിൾ വരയ്ക്കുക, ആ ഡിപ്പ് മാർക്ക് ചെയ്യുക, എഫക്റ്റീവ് ലെങ്ത്ത് സ്പാന് മാർക്ക് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡിപ്പ് എന്ന് പറയുന്നത് എന്താണ്, 1/10 1/15 സ്പാനെന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ എന്തുണ്ട്, ആങ്കർ കേബിൾസ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓവർ എ കോൺക്രീറ്റ് ബ്ലോക്ക്. സോ ഇത്രയും കാര്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ കേബിൾസ് എന്ന് എഴുതാം, എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.